നേരത്തെ പറവൂരില് ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഒരു കേസ് നിലനിന്നിരുന്നു. ഒരു ബിസിനസ് പങ്കാളിക്ക് ലാഭം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പണം തട്ടിയെന്നുള്ള ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അന്വേഷണം കൂടി ED ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ എന്തായാലും ED പുറത്തേക്ക് വിട്ടിട്ടില്ല. കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇയാളെന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് നേതൃത്വം ശരിവെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ യാതൊരു നടപടിയൊന്നും കേരള കോൺഗ്രസ് എടുക്കുന്നില്ല. ഇതെന്താണ് ഇതിന്റെ ഔട്ട്കം, ഈ അന്വേഷണത്തിന്റെ വാക്കുപത്രം എന്താണ് ED കണ്ടെത്തുന്നത്, അതിനുശേഷം ഒരു നടപടിയോ മറ്റോ വേണമെങ്കിൽ എടുക്കാമെന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത്. എന്തായാലും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോപ്പി ജോൺസൺ ആൽബി ജോർജിനെ പിന്നെ രാവിലെ 4 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പോൾ 12 മണിയാകുമ്പോൾ പോകുന്നത്. അത്രയും മണിക്കൂറുകളെ പരിശോധന വിനേകാമൊക്കെ ആയിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ രാജ്യചന്ദ്രൻ പറഞ്ഞ രാജ്യചന്ദ്രനോട് കേസ് ഗൗരവമുള്ള വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് രാവിലെ അവിടെ നോക്കിയപ്പോൾ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് പരിഹാസത്തോട് മറുപടി. അതിനൊക്കെ മറുപടി പറയുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വേണ്ട, ഞാൻ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ട് ഇവിടെ എന്നുള്ള ധ്വനി അതിലുണ്ടോ എന്നൊരു സംശയം. എന്തായാലും അല്പസമയത്തിനും എന്താണ് ആ ചോദ്യോത്തരവ് നമുക്ക് കഴിഞ്ഞ ചോദിക്കാം. പാലക്കാടാണ് വിഷയം. മഹാരാഷ്ട്ര വിരോധകാരനെ വെടിവെച്ചും കല്ലുകൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 6 അറസ്റ്റിൽ. പെൺസുഹൃത്തിന്റെ പിതാവും സഹോദരന്മാരും ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. യുവാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തി പെൺകുട്ടി പ്രതീകാത്മകമായി വിവാഹം ചെയ്തതും ചർച്ചയായിരുന്നു. ശ്രീനാഥത്തിന്റെ വിവരണം. ശ്രീനാഥ്, ആ മേഖല ഇത്തരം ഓണർ കില്ലിങ്ങൾ ഉപസ്ഥിതി കൊണ്ട ഒരു മേഖല കൂടിയാണ്. എന്തായാലും ഒരു ജീവിതം ഇല്ലാതാക്കി, ഒരു പെൺകുട്ടിയുടെ ജീവിതം നാനാവിധമാക്കി. അതാണ് അതിന്റെ ആകത്തുക. ശ്രീനാഥ്, തീർച്ചയായും ഈ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് എന്നത് ഇത്തരം ദുരഭിമാന കൊലകൾക്ക് പ്രസിദ്ധമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് 18ഉം 19ഉം വയസ്സുള്ള 2 പേരെ ഏറ്റെടുത്തിന്റെ പേരിൽ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ കൊലപ്പെടുത്തിയത്. അതിനു മുമ്പും ഈ വർഷം തന്നെ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷവും അങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസിദ്ധമായ മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു 20കാരനെ പെൺകുട്ടിയുടെ കുടുംബം വെടിവെച്ച് ആദ്യം നെഞ്ചിലേക്ക് വെടിവെച്ച് മരണം ഉറപ്പാക്കാൻ ിരിക്കുന്നത്. പെൺകുട്ടിയുടെ സഹോദരങ്ങളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. നേരിട്ട് ഈ കൊലപാതകത്തിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരെ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഇപ്പോൾ പെൺകുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 പേർക്ക് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊലപാതകം പെൺകുട്ടിയുടെ സഹോദരന്മാരുടെ കൂട്ടുകാരനായിരുന്നു ഈ കൊല്ലപ്പെട്ട ആൾ. പക്ഷെ സഹോദരിയുമായി പ്രണയമാണ് അറിഞ്ഞപ്പോഴും അവരുടെ ഈ പറഞ്ഞ ജാതി ബോധം ഉണരുകയും അടിച്ചു കൊല്ലുകയും ക്രൂരമായി അടിച്ചു കൊല്ലുകയും ചെയ്തു. അതിന്റെ വാർത്തയുടെ വിവരങ്ങളാണ് ചെയ്തത്. ഇപ്പോ നേരത്തെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അജയ് ഉദയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന മട്ടിൽ പെരുമാറി അല്ലെങ്കിൽ അധിക്ഷേപിച്ചു തുടങ്ങിയ